ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം നമ്മൾ കറങ്ങാൻ പോയൊരു കഥയാണ് കേട്ടോ. അതായത് ഇന്നലെ വൈകുന്നേരം നമ്മളിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പോയൊരു സിനിമയൊക്കെ കണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ വരാം എന്ന് വിചാരിച്ചു. നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. 4:30-ക്കാണ് സിനിമ കേട്ടോ. നമ്മളങ്ങനെ ഒരു 3:45 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി അവിടുത്തെ ട്രാഫിക്കിൽ അവിടെ എത്തിയപ്പോൾ തന്നെ 4:30 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നത് ഫീനിക്സ് മാളിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ ഫീനിക്സ് മാളിൽ വന്നിട്ട് കുറച്ച് അകത്തോട്ട് നടന്നു പോയിട്ട് വേണം അവിടെ തിയേറ്ററിൻ്റെ ഏരിയയിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ PVRലാണ് സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ പോയതിന് ശേഷം അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. സാധാരണ എപ്പോഴും ബുക്ക് മൈ ഷോയിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ചു അവിടെ പോയി ടിക്കറ്റ് എടുക്കാം. ചിലപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ സിനിമ കാണാതെ കറങ്ങി തിരിഞ്ഞ് വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്നാൽ അവർ പറഞ്ഞു 20 മിനിറ്റ് പരസ്യമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും തുടക്കം മുതൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 2nd ഫ്ലോറിലാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് താഴേന്ന് ഗ്രൗണ്ടിൽ നിന്ന് ടിക്കറ്റും എടുത്ത് 2nd ഫ്ലോറിലേക്ക് പോവുകയാണ് കേട്ടോ. 2nd ഫ്ലോറിൽ ചെന്നിട്ട് അവിടെ ഒരുപാട് തിയേറ്ററുകളുണ്ട്. 1 2 3 4 5 അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സിനിമ നടക്കുന്ന 5ാമത്തെ ഇതിലാണ് കേട്ടോ. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും 5ാമത്തേത് അവിടെ കാണുന്നുണ്ടായിരുന്നു. 6ഉം 5ഉം അടുത്തടുത്തായിട്ടാണ്. അങ്ങനെ നമ്മൾ 5ാമത്തേലോട്ട് കയറുക. അപ്പോൾ ഏതാ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമ റോന്താണ് കേട്ടോ. റോന്തിനെ കുറിച്ച് ഒരുപാട് റിവ്യൂസ് നോക്കിയപ്പോഴത്തേക്കും റിവ്യൂസ് എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ റോന്ത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞ കണക്ക് തന്നെയായിരുന്നു. പരസ്യങ്ങൾ നടക്കുന്നേ ഉള്ളായിരുന്നു, തുടങ്ങിയിട്ടില്ലായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ചെന്നതിന് ശേഷം 10 മിനിറ്റോളം പരസ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പരസ്യത്തിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് സിനിമ തുടങ്ങുന്നവരെ ഇങ്ങനെ ഇരുന്നു. നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സിനിമ തുടങ്ങുന്നതിൻ്റെ കുറച്ച് പാർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് കാണും. പിന്നെ റിവ്യൂ ഞാനിത് പറയുന്നുണ്ട്. പക്ഷേ അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്ന് വെച്ചാൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. ഇവർ നമ്മൾ സീറ്റിൽ കയറി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് എടുത്ത് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം സിനിമ തുടങ്ങിയത് കേട്ടോ. എന്നിട്ട് നമ്മൾ സിനിമ തുടങ്ങി. അതിൽ പക്ഷേ അടിപൊളി സിനിമയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ അതിൽ 1-2 സ്ഥലങ്ങൾ നമുക്കും എവിടെയൊക്കെയോ ഇട്ട് കുത്തുന്നതൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് ഓക്കെ, നല്ല സിനിമയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സിനിമ കഴിഞ്ഞ് ബാത്റൂമിൽ ഇറങ്ങിയപ്പോഴത്തേക്കും മിറർ സെൽഫി എടുക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ കൂടെയുള്ള. അങ്ങനെ അവരൊക്കെ മിറർ സെൽഫി എടുക്കായിരുന്നു. പിന്നെ അംബ്രൂസ് അവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങിത്തിരിഞ്ഞൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു പുറത്തിറങ്ങി വന്നപ്പോൾ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം 7 മണിയായി. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി അവിടെ ആ മോളിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് കുറേ നേരമൊക്കെ അവിടെ നിന്ന് കറങ്ങി. ഈ വൈറ്റ് ഫീൽഡ് സോഷ്യൽ എന്ന് എഴുതിയിരിക്കുന്ന സോഷ്യൽ എന്ന് പറയുന്ന ഈ ലൈക്ക് പബ്ബ് കൈൻഡ് ഓഫ് തിങ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഫുഡുകളൊക്കെ കിട്ടും. നമ്മൾ അവിടെ കയറാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അവിടെ കയറിയില്ല. പിന്നെ നമ്മൾ പുറത്ത് വന്നപ്പോഴത്തേക്കും ഫീനിക്സ് മാളിൻ്റെ പുറത്ത് ഇതുണ്ടായിരുന്നു. കിഡ്സിന് വേണ്ടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാർട്ടൂണും ഹെലോ കിറ്റിയും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അംബ്രൂസ് അങ്ങ് കയറി പോവാ ടിക്കറ്റ് എടുക്കാനും ഒന്നും നിൽക്കാതെ. പിന്നെ ഞാൻ പോയി കൊച്ചിനെ പിടിച്ചുകൊണ്ട് വരിക ചെയ്ത്. അംബ്രൂസിന് ഒരു പേടിയില്ല കേട്ടോ. ഇപ്പോൾ എവിടെയെന്ന് വെച്ചാൽ തോന്നുന്നിടത്തും കയറിപ്പോവും. പിന്നെ എന്നത്തെ പോലെ തന്നെ കുറേ നേരം മാളിൻ്റെ അപ്പുറമൊക്കെ ചുറ്റിക്കറങ്ങി നിന്ന്. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ആ ഫീനിക്സ് മാളിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ ലുലു മോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി മീനൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാനൊക്കെ കരുതി കയറി. അപ്പം നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വലിയ ഷാർക്ക് കേട്ടോ. ഞാൻ ഷാർക്കിനെ ആദ്യമായിട്ടാണ് മീൻകടയിലായാലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. ഒരു കുട്ടി ഷാർക്കാണെന്ന് തോന്നുന്നു. പിന്നെ പലതരത്തിലുള്ള മീനുകളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ മീൻ വാങ്ങിയില്ല, പക്ഷേ നന്ദന കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മീൻ വാങ്ങി നമ്മൾ ബാഗിൽ വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് വീടെത്തുമ്പോൾ തന്നെ അതൊരു മാതിരിയാവും. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അംബ്രൂസിനൊരു ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലുലു മോളിൻ്റെ വണ്ടി കയറി അങ്ങ് ഇരുന്നോളും, ഒരു ശല്യമില്ല. എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടങ്ങിരിക്കും. ചോക്ലേറ്റ് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിരുമ്പോൾ ആ ചോക്ലേറ്റ് കൊച്ചി തിന്ന് തരികയും ചെയ്യും. പിന്നെ നമ്മൾ സത്യസന്ധരായതുകൊണ്ട് തന്നെ ആ ചോക്ലേറ്റിൻ്റെ കവറും ഇവിടെ കൊടുത്ത് ബില്ലടിച്ചിട്ടാണ് വരാറുള്ളത്. പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡ് ഫ്രൂട്ടിൻ്റെ ഏരിയയ്ക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചക്ക തൂക്കിയിട്ടേക്കുക. പിന്നെ പിന്നെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് മാതളവും മാങ്ങയെടുത്ത് ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ മാതള നാരങ്ങയല്ലല്ലോ, പാഷൻ ഫ്രൂട്ട്, അതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ മനസ്സ് തോന്നുവാണ് വിശപ്പുണ്ടെങ്കിൽ ചിലപ്പം വല്ല 1 2 ചെറിയ അങ്ങനെ എടുത്ത് തിന്നാറുണ്ട്. പക്ഷേ ഇപ്പം തിന്നില്ല ഒന്നും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴത്തേക്കും കുറേ ജാമുകളും അച്ചാറുകളും അങ്ങനെയുള്ള ഏരിയസൊക്കെ ഉണ്ട്. അംബ്രൂസിൻ്റെ ചോക്ലേറ്റ് പാതിയായിട്ടുണ്ട്.
എന്നാലും പിന്നെ ഇപ്പുറത്തെ സൈഡ് ബേക്കറി ഏരിയയിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ പലതരത്തിലുള്ള കേക്കുകളും ഡോണറ്റ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വലുതായിട്ടൊന്നും വാങ്ങിയില്ല. അവിടെ നിന്ന് പിന്നെ ഒരു കുനാഫ ചോക്ലേറ്റ് മാത്രം വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. കുനാഫ ചോക്ലേറ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. കുനാഫ ചോക്ലേറ്റ് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അത് ഇടയ്ക്ക് വൈറലായതായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. ഒരു പീസ് ചോക്ലേറ്റിന് 850 രൂപയാണ് ഗൈസ്. അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പിറകെ ഇടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചില്ല. ചെറിയൊരു വിശപ്പിൻ്റെ വിളിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ വന്നതും കൊണ്ട് നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ എപ്പോഴും പോകാറുള്ള ഫുഡ് കഴിക്കാൻ പോകുന്ന സ്പോട്ടുണ്ട്. എവിടെയാണെന്നറിയോ? നമ്മുടെ സാട്ടാർ മൾട്ടി കുസിനി റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ എത്തി കേട്ടോ. അവിടെ ഒരു ഓട്ടോ വിളിച്ച് അവിടെ വന്നു. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇച്ചിരി നേരം ഇരിക്കേണ്ടി വന്നു. എന്നാലും നമ്മൾ അവിടുന്ന് അൽഫാമും പിന്നെ ചിക്കൻ റോളും മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അത് രണ്ടും കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ 1000 രൂപ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആട്ടോയ്ക്കകത്തിരുന്ന് ഈ രണ്ടും കൂടെ എപ്പോഴും നോക്കി ചിരിയും കളിയൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അംബ്രൂസും ഉണ്ട്. അംബ്രൂസ് ഇടയ്ക്ക് കുറച്ച് നേരം ഇരുന്ന് അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന് ഇതാണ് ഞാൻ പറഞ്ഞ സാട്ടാർ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ വന്നു. നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലേതെങ്കിലും ഗസ്റ്റുകളോ അങ്ങനെ ആരെങ്കിലും വരാറുണ്ടെങ്കിലും നമ്മൾ എവരെയും കൊണ്ട് ഈ റെസ്റ്റോറൻറ്റിലാണ് പോയി ഫുഡ് കഴിക്കാറുള്ളത്. ചില സമയങ്ങളിൽ എംപയറിലും പോകാറുണ്ട് കേട്ടോ. എനിക്ക് എംപയറിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ തോന്നിയത് ഈ സാട്ടാറിലാണ് കേട്ടോ. അവിടുത്തെ ഒരു വൈബ് ഈസ് വെരി ഡിഫറെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കയറി ഫുഡ് ഓർഡർ ചെയ്യാനായിട്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്യാനാണ് അംബ്രൂസിന് എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യാനുള്ള മെനു കാർഡ് വേണം കേട്ടോ. അംബ്രൂസും നൈതിക്കും കൂടി രണ്ടുപേരും കൂടി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നത്. നമ്മൾ ചെന്നപ്പോൾ നല്ല ഡെക്കറേറ്റഡ് ടേബിളായിരുന്നു കേട്ടോ. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ കയറി അതിൻ്റെ സ്പൂണും പേപ്പറും എല്ലാം വലിച്ച് അങ്ങും ഇങ്ങുമൊക്കെ എറിഞ്ഞ് ലാസ്റ്റ് ഏറ്റവും അലങ്കോലായ ടേബിൾ നമ്മുടേതായി. പിന്നെ നമ്മളതിങ്ങനെ അതിൻ്റെ ബുക്കും മെനുവൊക്കെ നോക്കിയെങ്കിലും നമ്മൾ പറഞ്ഞു അവിടെ കഴിക്കാൻ പോയത് തന്നെ ഷവായി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഷവായി ഇതും കഴിച്ചു, എന്താണ് റോളും കഴിച്ചു. നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ട് അവർ സെർവിങ്ങും ബേബി ചെയർ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു സെർവിങ്ങൊക്കെ ചെയ്തു. പിന്നെ ബേബി ചെയറിൽ കുറച്ച് നേരം ഇവിടെ ഇരുത്തിയിരുന്നു. പക്ഷേ ബേബി ചെയറിൽ ഒരുപാട് നേരമൊന്നും അവർ ഇരുന്നില്ല. അംബ്രൂസ് ബേബി ചെയറിൽ ഇരുന്നിട്ടാണെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ നേരമൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം നമുക്ക് അൽഫാം വന്നു. ഷവായി ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, അൽഫാം വന്നു. അങ്ങനെ നമ്മൾ അൽഫാം കഴിച്ചിട്ട് പിന്നെ ചിക്കൻ റോളുണ്ടായിരുന്നു. ആ ചിക്കൻ റോളും വന്നു, അതും കഴിച്ചു. വറുത്തയായിരുന്നു. അപ്പോഴത്തേക്കുള്ള ആ വിശപ്പങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മയോണൈസ് ഉണ്ടല്ലോ, അതും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. 2 ടൈപ്പിലുള്ള മയോണൈസ് അവർ നമുക്ക് തരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു ഗൈസ്. ഇതാണ് ഇന്നലത്തെ ഈവനിങ് ഔട്ട്. ഓക്കെ.